നമുക്കൊട്ടും ഒഴിവാക്കാൻ പറ്റാത്ത 2 കൂട്ടരുടെ കല്യാണം ഒരു ദിവസം തന്നെ വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തി പോവുക എന്നല്ലാതെ എന്താ പറയുക. അപ്പം ഞാനും ഏട്ടനും കുഞ്ഞും മാത്രമേ ഉള്ളൂ കേട്ടോ കല്യാണത്തിന് പോകുന്നത്. ഏട്ടൻ മെക്കാനിക് ആയതുകൊണ്ട് ഈ വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ അംഗമായിട്ടുള്ള ഒരാളുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ നമുക്ക് വീടിനടുത്തായിട്ടൊക്കെ ആയിരുന്നു കല്യാണം. അപ്പോൾ പിന്നെ ആദ്യമേ നമ്മൾ അവിടെ പോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആളെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഓമല്ലൂരിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഇലന്തൂർ വഴി ആയതുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ വീടും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഏട്ടൻ എന്നെ ആ ഒരു വഴിക്കൊക്കെ കൊണ്ടുപോയി വീട് അടുത്ത് നിന്ന് കാണാനൊക്കെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഏട്ടാ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ, അപ്പം എല്ലാവരെയും കൂടെ ഒന്ന് കാണിക്കാൻ വെച്ച് കണ്ടിട്ടില്ലാത്ത കുറച്ച് പേരെയും കൂടെ കാണിക്കാൻ പറ്റി. പക്ഷേ ഇറങ്ങി നിന്നൊന്നും ഞങ്ങൾ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാറിനകത്ത് തന്നെ നിന്നാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്, തറവാട് വീടാണ് കേട്ടോ. അവിടെ ലാലേട്ടൻ്റെ ബന്ധുക്കളാരോ താമസം ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ ആരെയും കണ്ടില്ല. പക്ഷേ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ തൊട്ട് മേളിലുള്ള വീട്ടുകാരുമായിട്ട് എന്നെ നല്ല പരിചയമുണ്ട്. കാരണം ഇവർ വണ്ടി പണിയാനും ഒക്കെ ആയിട്ട് ആ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വണ്ടി പണിയാൻ വന്ന സമയത്ത് വീടിൻ്റെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, വീട് തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരോട് ചോദിച്ചിട്ട് വീടിനകത്തൊക്കെ കയറി കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. നടുമുറ്റമൊക്കെ ഉള്ള നല്ലൊരു തറവാട് വീട് തന്നെയാണ്. എനിക്ക് പുറമേ നിന്ന് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ ചെന്നത് ഓമല്ലൂർ അമ്പലത്തിലേക്കാണ്. നമ്മളവിടെ വന്നപ്പോൾ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമേ കണ്ട കല്യാണം ഇതിൻ്റെ സമയം ഒരേ സമയമായിരുന്നു കേട്ടോ. ഇത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. സദ്യ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സദ്യ കഴിച്ചത്. അപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് ഓരോ കുട്ടികളുടെ ഒക്കെ കൂടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീടെത്തി കേട്ടോ.